എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ രാധയുടെ വീടിൻ്റെ മുൻപിലിരുന്ന് മദ്യപിക്കുന്ന രാധയുടെ അച്ഛനെയാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടേക്ക് ഒരു ഓട്ടോ കടന്നു വരികയാണ്. ഓട്ടോ മാത്രമല്ല, ഓട്ടോയുടെ പിന്നാലെ രാധ പണം കൊടുക്കാനുള്ള ആ ഒരു ബാങ്കിലെ മാനേജറും സ്കൂട്ടിയിൽ വന്നിറങ്ങുകയാണ്. അപ്പോൾ അവിടേക്ക് വരികയാണ് രാധയും രാധയുടെ അമ്മ മാലതിയും. രാധയോടായിട്ട് മാനേജർ സംസാരിക്കുകയാണ്. അപ്പോൾ മാനേജർ, ഇതാ വണ്ടിയുടെ ബുക്കും പേപ്പറും സെയിൽ ലെറ്ററും എക്സ്ട്രാ കീയും എല്ലാം ഇതിലുണ്ട്. ഇന്ന് തന്നെ വണ്ടിയുടെ മേലിലുള്ള ലോൺ മുഴുവൻ അടച്ചു തീർത്തതുകൊണ്ട് വണ്ടി തിരിച്ചു കൊണ്ട് തരാൻ വന്നതാണെന്ന് മാനേജർ പറയുന്നു. മാത്രമല്ല, താൻ തന്ന ആ കവറിൽ എല്ലാം ഉണ്ടോ എന്ന് നോക്കാൻ രാധയോട് മാനേജർ പറയുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന രാധ, തനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എന്താണ് സംഭവിക്കുന്നതെന്ന് മാനേജറോട് ചോദിക്കുന്നു. അപ്പോൾ മാനേജർ, നിങ്ങളല്ലേ പൈസ അടച്ചത് എന്ന് രാധയോട്. രാധ, ഞാൻ അടച്ചിട്ടില്ലല്ലോ എന്ന് പറയുന്നു. അപ്പോൾ മാനേജർ, നിങ്ങളല്ല അടച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ ലോൺ തീർന്നിട്ടുണ്ട്. നിങ്ങൾ ആ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്കിപ്പോൾ തന്നെ മടങ്ങാമായിരുന്നു എന്ന് മാനേജർ. ഇത്രയും പറഞ്ഞിട്ട് മാനേജർ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇത് കണ്ട രാധ, തനിക്ക് വേണ്ടി ആരാണ് പണം അടച്ചത് എന്ന് ഒന്നുകൂടി ചോദിക്കുന്നു. അപ്പോൾ അതൊന്നും തനിക്കറിയില്ല എന്നും അങ്ങനെ അറിയണമെന്നുണ്ടെങ്കിൽ നാളെ ഓഫീസിൽ വന്ന് അന്വേഷിച്ചാൽ മതിയെന്നും പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് മടങ്ങുന്നു. ഇവിടെ എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാൻ പറ്റാതെ അച്ഛനും രാധയും അമ്മയും വീടിൻ്റെ മുറ്റത്ത് തന്നെ നിൽക്കുന്നു. അപ്പോൾ അമ്മ രാധയോടായി, എന്തായാലും ഓട്ടോ വിട്ട് കിട്ടിയല്ലോ, നീ ഇപ്പോൾ സമാധാനമായി പോയി കിടന്നുറങ്ങുക, നമ്മൾക്ക് നാളെ ചെന്ന് അന്വേഷിക്കാം, അപ്പോൾ എന്തായാലും കാര്യം അറിയാമല്ലോ. ഇത്രയും പറഞ്ഞ് അവർ അകത്തേക്ക് പോകുന്നു. ഇപ്പോൾ വിക്രത്തിനെയാണ് കാണിക്കുന്നത്. ഭക്ഷണമൊന്നും കഴിക്കാത്തത് കാരണം ഉറങ്ങാൻ പറ്റാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ് വിക്രം. തൊട്ടടുത്തായി തന്നെ കിടന്നുറങ്ങുകയാണ് വേദ. എന്നാൽ വേദ ശരിക്കും ഉറങ്ങിയിട്ടുണ്ടോ അതോ ഉറക്കം അഭിനയിക്കുകയാണോ എന്ന് വിക്രം ഒന്നുകൂടി നോക്കുന്നു. 1-2 പ്രാവശ്യം പേര് പറഞ്ഞ് വിളിക്കുകയും കയ്യിൽ തട്ടി വിളിക്കുകയും ചെയ്തിട്ട് വിക്രം പതിയെ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു. അതിനുശേഷം മുറിയിലെ ലൈറ്റ് തെളിയിക്കുന്നു, എങ്ങാനും വേദ എഴുന്നേൽക്കുന്നുണ്ടോ എന്നറിയാൻ. ഇത്രയൊക്കെ ചെയ്തിട്ടും വേദ നല്ല ഉറക്കത്തിലാണെന്ന് മനസ്സിലായ വിക്രം പതിയെ ശബ്ദമുണ്ടാക്കാതെ വാതിൽ തുറക്കുന്നു. വിശപ്പ് കാരണം ഉറങ്ങാൻ പറ്റാതിരുന്ന വിക്രം അടുക്കളയിലെത്തി ഡൈനിങ് ടേബിളിൽ നിന്ന് ഭക്ഷണം എടുത്ത് കഴിക്കുന്നു. വളരെ ആസ്വദിച്ചാണ് വിക്രം കഴിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് വേദ വരുന്നുണ്ടോ എന്നറിയാൻ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നുമുണ്ട്. അതിയായ വിശപ്പ് കാരണം ഭക്ഷണം വായിൽ കൊത്തിക്കയറ്റി കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് പുറകിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നു. കുറച്ച് വെള്ളവും കൂടി കുടിക്കുക, ഇല്ലെങ്കിൽ ചപ്പാത്തി തൊണ്ടയിൽ കുടുങ്ങണ്ട. ഇത് കേട്ട് അങ്ങോട്ടേക്ക് ഞെട്ടിത്തിരിഞ്ഞു നോക്കുകയാണ് വിക്രം. അപ്പോൾ അതാ അവിടെ വേദ നിൽക്കുന്നു. ടേബിളിൻ്റെ അടുത്തേക്കായി നടന്നു വന്നിട്ട് വേദ വിക്രമിനോട് ചോദിക്കുന്നു, എങ്ങനെയുണ്ട് എൻ്റെ ചപ്പാത്തിയും പൊട്ടറ്റോ സ്റ്റൂവും? ശരിക്കും വിശപ്പ് വന്നാൽ വാശി പോകുമെന്ന് പറയുന്നത് ഇതാ അല്ലേ വിക്രമോനെ എന്ന് വേദ വിക്രമിനോട് ചോദിക്കുന്നു. ഇതെല്ലാം കേട്ട് പരിങ്ങിയിരിക്കുകയാണ് വിക്രം. താൻ എത്ര തവണ ഭക്ഷണം വേണോ എന്ന് ചോദിച്ചതാണെന്ന് വേദ കൂട്ടിച്ചേർക്കുന്നു. അപ്പോഴേ കഴിക്കായിരുന്നില്ലേ, എങ്കിൽ പിന്നെ ഇത്രയും നേരം പട്ടിണി ഇരിക്കേണ്ടി വരുമായിരുന്നോ എന്ന് വേദ ചോദിക്കുന്നു. ഇതെല്ലാം കേട്ടുനിന്ന വിക്രം, എന്നോട് നിനക്ക് അത്രയ്ക്ക് കൺസേൺ ഉണ്ടായിരുന്നെങ്കിൽ ഉച്ചയ്ക്ക് നീ ഭക്ഷണം വേസ്റ്റിലിടുമായിരുന്നില്ലല്ലോ എന്ന് പറയുന്നു. ഇത് കേട്ട വേദ, അപ്പോൾ ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞത് ചുമ്മാതായിരുന്നു അല്ലേ എന്ന് ചോദിക്കുന്നു. അതേ എന്നുള്ള ഭാവത്തിൽ ഒരു ചമ്മലോടെ വിക്രം തലയാട്ടുന്നു. മാത്രമല്ല, ഒരു സംശയം തോന്നിയതുകൊണ്ട് മാത്രമാണ് താൻ ചപ്പാത്തി കൂടുതൽ ഉണ്ടാക്കി വെച്ചതെന്ന് വേദ പറയുന്നു. ഇതിത്രയും കേട്ട വിക്രം നന്ദി സൂചകമായി താങ്ക്സ് എന്ന് വേദയോട് പറയുന്നു. അത് കേട്ട വേദ വെൽക്കം എന്ന് തിരിച്ചും പറയുന്നു. എന്നാൽ ഭക്ഷണം കഴിച്ചിട്ട് ഈ പാത്രവും കൂടി കഴുകി വെച്ച് മോൻ കിടന്നുറങ്ങിക്കോ എന്ന് വിക്രത്തിനോട് പറയുന്നു. ഗുഡ് നൈറ്റും പറഞ്ഞ് അവിടെ നിന്ന് വേദ മടങ്ങുന്നു. ഭക്ഷണമെല്ലാം കഴിച്ച ശേഷം അത് കഴുകി വെക്കുകയാണ് വിക്രം. ഇപ്പോൾ കുറച്ചു മുമ്പ് നടന്ന ഓരോരോ കാര്യങ്ങളായി വിക്രം ആലോചിക്കുന്നു. കുറച്ചു മുമ്പ് തന്നെ ദേഷ്യം പിടിപ്പിക്കാനായി വേദ പാടിക്കൊണ്ട് നടന്ന ആ ഹിന്ദി ഗാനം, മച്ചിൻ്റെ പുറത്ത് വലിഞ്ഞു കയറിയപ്പോൾ രണ്ടാളും കൂടെ മറിഞ്ഞു വീണത്, കുറേ നേരം ഇമ വെട്ടാതെ വേദയെ തന്നെ നോക്കി താൻ താഴെ വീണ് കിടന്നത്, ഇതെല്ലാം ഒരു ചെറു പുഞ്ചിരിയോടെ ആലോചിച്ച് നിൽക്കുകയാണ് വിക്രം. തുടർന്നൊരു ഗാനമാണ്. വാതിൽ തുറക്കാൻ കഴിയാതെ ഒരു മുറിക്കകത്ത് നിൽക്കുന്ന വേദയാണ് കാണിക്കുന്നത്. തൊട്ടടുത്തുള്ള വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട് അവിടേക്ക് ഓടിയെത്തുമ്പോഴേക്കും ആ വാതിലും താനേ അടയുന്നു. ബാഹർ സേ കൊയ് അന്തർ ന ആ സക്കെ എന്ന ഗാനവും പാടിക്കൊണ്ട് വിക്രം അവിടേക്കെത്തുന്നു. തുടർന്ന് ആ ഗാനത്തിൽ മുഴുവൻ അവരുടെ സ്വകാര്യ നിമിഷങ്ങളാണ് കാണിക്കുന്നത്. പിറ്റേന്ന് നേരം വെളുത്ത് ഉറക്കമെഴുന്നേൽക്കുകയാണ് വേദ. എഴുന്നേറ്റ ഉടനെ വിക്രത്തിനെ തിരിയുകയാണ്. അവിടെയെല്ലാം നോക്കിയപ്പോൾ അവസാനമായി അതാ ഹോളിൽ താൻ പണ്ട് കിടന്നിരുന്നിടത്ത് പായ വിരിച്ച് വിക്രം കിടക്കുന്നു. അവിടേക്ക് ചെന്ന് വിക്രത്തിനെ വിളിച്ചുണർത്തുകയാണ് വേദ.
സമയം ഒരുപാടായെന്നും എഴുന്നേൽക്കാനും പറയുന്നു. ഉറക്കച്ചടവിൽ തന്നെ വിളിച്ചെഴുന്നേൽപ്പിച്ച ദേഷ്യത്തിൽ വിക്രം എഴുന്നേറ്റ് വേദയോട് ദേഷ്യപ്പെടുന്നു. നിനക്ക് അവിടെ എങ്ങാനും കിടന്നാൽ പോരായിരുന്നോ? എന്തിനാ ഇങ്ങോട്ട് എഴുന്നള്ളിയത് എന്ന് വേദയോട് ചോദിക്കുന്നു. അപ്പോൾ വേദ, വിക്രുക്കുട്ടൻ്റെ കൂടെ മൂടി പുതച്ച് കിടക്കാൻ വന്നതല്ല. നേരം എത്ര ആയെന്നറിയുമോ? പല്ല് തേച്ച് വൃത്തിയായി വന്നാൽ വേണമെങ്കിൽ ഒരു കാപ്പി ഇട്ട് തരാം എന്ന് പറയാൻ വേണ്ടി വന്നതാ എന്ന് വേദ പറയുന്നു. എന്തായാലും അച്ചമ്മ ഇട്ട പേര് കൊള്ളാം, വെട്ടുപോത്ത്, നന്നായി ചേരുന്നുണ്ട് എന്നും പരിഹാസസ്വരത്തിൽ വേദ പറയുന്നു. ഇന്നലെ ഇവിടെ കിടന്നിട്ട് നന്നായി ഉറങ്ങിയോ എന്ന് വേദ ചോദിക്കുന്നു. എന്തായാലും നിന്റെ ശല്യമില്ലാതിരുന്നത് കൊണ്ട് നന്നായി ഉറങ്ങിയെന്ന് വിക്രം മറുപടി പറയുന്നു. പക്ഷെ എന്നാൽ താൻ ഉറങ്ങിയിട്ടില്ല എന്നാണ് വേദ പറയുന്നത്. തൊട്ടടുത്ത മുറിയിൽ ഒരു വൃത്തികെട്ടവൻ ഉറങ്ങാതെ കിടക്കുന്നുണ്ടല്ലോ എന്ന പേടി കൊണ്ടാണ് താൻ രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്നത് എന്ന് വേദ പറയുന്നു. ഇത് കേട്ട വിക്രം ഒരു പുച്ഛഭാവത്തിൽ വേദയോട് അവിടെ നിന്ന് പോകാൻ പറയുന്നു. വളരെ സന്തോഷത്തിൽ തൻ്റെ ഓട്ടോയും കൊണ്ട് സ്റ്റാൻഡിലേക്ക് വരികയാണ് രാധ. ഓട്ടോ സ്റ്റാൻഡിൽ കൊണ്ട് നിർത്തിയ ശേഷം രാധ ജീനയുടെ അടുത്തേക്ക് ചെല്ലുന്നു. ജീനെ, ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ് ജീനയെ കെട്ടിപ്പിടിക്കുന്നു. രാധ ജീനയോട്, നീ എന്തായാലും ഇങ്ങനൊരു സർപ്രൈസ് തരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് പറയുന്നു. കയ്യിൽ നിന്ന് പോകുമെന്ന് വിചാരിച്ച മുതലാണ് നീയല്ലാതെ വേറൊരാളും എനിക്ക് വേണ്ടി ഇതൊന്നും ചെയ്യില്ല എന്ന് രാധ പറയുന്നു. താങ്ക്സ്. മറക്കില്ല ജീനി, മരിച്ചാലും മറക്കില്ല. എങ്ങനെയാണ് നീ ഇത്രയും കാശുണ്ടാക്കിയത് എന്ന് രാധ ജീനയോട് ചോദിക്കുന്നു. ഇത് കേട്ട ജീന, എൻ്റെയിൽ എവിടെ നാടി ഇത്രയും കാശ്? അപ്പോൾ രാധ, അതല്ലേ ഞാനും നിൻ്റെ അടുത്ത് ചോദിച്ചത്, എങ്ങനെയാണ് നിൻ്റെയിൽ ഇത്രയും പണം വന്നത്? അപ്പോൾ ജീന, ഞാനെന്നിറങ്ങി പുറപ്പെട്ടു എന്നുള്ളത് ശരിയാണ്, പക്ഷേ ഓട്ടോയ്ക്ക് വേണ്ടിയുള്ള മുഴുവൻ പണവും അടച്ചത് ഞാനല്ല. അതിന് നീ നന്ദി പറയേണ്ടത് വേറൊരാളോടാണെന്ന് ജീന രാധയോട് പറയുന്നു. രാധ അതാരാണെന്ന് ചോദിക്കുന്നു. ആരോടാണ് നീ പണം വാങ്ങിയതെന്ന് രാധ ജീനയോട് ചോദിക്കുന്നു. അപ്പോൾ ജീന, ഞാൻ പണം വാങ്ങാനല്ല പോയത്. വേദയെ വിവാഹം കഴിക്കാനിരുന്ന ആ വക്കീലില്ലേ, ദർശൻ സാറ്, അവരുടെ കേസ് മുഴുവൻ നടത്തുന്നത് അദ്ദേഹമാണെന്ന് ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് തന്നെ അയാളോട് പറഞ്ഞാൽ ഓട്ടോ തിരിച്ചു കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചു. ഇത് കേട്ട രാധ, എന്നിട്ട് നീ അയാളോടെല്ലാം പറഞ്ഞോ? ഇപ്പോൾ ദർശൻ്റെ ഓഫീസിലിരിക്കുന്ന ജീനയാണ് കാണിക്കുന്നത്. ജീന ദർശനോടായി, അവളുടെ എല്ലാം ആ ഓട്ടോ ആണ് സാർ. അതുകൊണ്ട് തന്നെ ഒരിക്കലും അടവ് തെറ്റിക്കാതിരുന്നതാണ് അവൾ. പിന്നെന്തു പറ്റിയെന്ന് ദർശൻ ചോദിക്കുന്നു. വിക്രമിനെതിരെയുണ്ടായ കള്ളക്കേസിൽ ജാമ്യത്തിലെടുക്കാൻ കയ്യിലുള്ള കാശ് മുഴുവൻ രാധ ചിലവാക്കിയതാണെന്ന് ജീന പറയുന്നു. അതിനുശേഷം വിക്രം തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവൾക്ക് ചോദിക്കാൻ മടിയാണെന്ന് ജീന ദർശനോട് പറയുന്നു. താനും കേസിനെ പറ്റി കേട്ടിരുന്നുവെന്നും അതിനെപ്പറ്റി പിന്നീടാണ് അറിഞ്ഞതെന്ന് ദർശൻ പറയുന്നു. അവൾ 1-2 മാസത്തിനുള്ളിൽ അടവുകൾ മുഴുവൻ അടച്ചു തീർത്തുള്ളൂ. സാർ ഒന്ന് വന്ന് ആ ഓട്ടോ വിട്ടുതരാൻ പറയണമെന്ന് ജീന പറയുന്നു. താൻ അവരുടെ കേസുകൾ കൈകാര്യം ചെയ്യാറുണ്ടെങ്കിലും എല്ലാ കാര്യത്തിലും കയറി ഇടപെടാറില്ലെന്ന് ദർശൻ പറയുന്നു. എന്തായാലും താനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ജീനയെ മടക്കി വിടുന്നു. എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിരിക്കുകയാണ് ദർശൻ. ജീന പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ് രാധ. ഇതെല്ലാം ദർശൻ അറിഞ്ഞു എന്ന് മനസ്സിലാക്കിയ രാധ ആകെ ചമ്മലോടെ, ഇതെല്ലാം അവരെ അറിയിക്കേണ്ടിയിരുന്നില്ല. അപ്പോൾ ജീന, ആ ഫിനാൻസുകാരെ സ്വാധീനിക്കാൻ പറ്റിയ ആളാരുണ്ടെന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ ആകെ ദർശൻ സാറിൻ്റെ പേര് മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. മാത്രമല്ല അദ്ദേഹമാകുമ്പോൾ കാര്യങ്ങളെല്ലാം അറിയുന്ന ആളല്ലേ. പക്ഷേ അദ്ദേഹം ഒരിക്കലും മുഴുവൻ പണവും കൊടുത്ത് ഓട്ടോ തിരിച്ചെടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ലെന്ന് ജീന പറയുന്നു. ഇതെല്ലാം കേട്ട രാധ താനിപ്പം വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് മടങ്ങുന്നു. ഇപ്പോൾ കുളി കഴിഞ്ഞ് ഡൈനിങ് ഹാളിലേക്ക് വരികയാണ് വിക്രം. ഡൈനിങ് ടേബിളിലെ കസേരയിലിരുന്ന് കാപ്പി എവിടെയെന്ന് ഉച്ചത്തിൽ ചോദിക്കുന്നു. ഇത് കേട്ട വേദ, എടുത്തു കുടിക്കാൻ കൈയില്ലെങ്കിൽ കുടിക്കണ്ട എന്ന് വിക്രത്തോട് പറയുന്നു. കാപ്പി താൻ ഇവിടെയെങ്ങും കണ്ടില്ലെന്ന് വിക്രം പറയുന്നു. അപ്പോൾ വേദ ഒന്ന് കണ്ണ് തുറന്നു നോക്കാൻ പറയുന്നു. അടുക്കളയുടെ ഒരു ഭാഗത്തായി അടച്ചു വച്ചിരിക്കുന്ന ചായ വിക്രം കാണുന്നു. അതെടുത്ത് കുടിച്ച ശേഷം തനിക്കിത് വേണ്ടെന്നും ഇത് വളരെ തണുത്തിരിക്കുന്നെന്നും വിക്രം വേദയോട് പറയുന്നു. അപ്പോൾ വേദ, പല്ല് തേച്ച് വരാമെന്ന് പറഞ്ഞ് പോയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് വന്നാൽ പിന്നെ ചായക്ക് എങ്ങനെയാണ് ചൂടുണ്ടാവുന്നത് എന്ന് വേദ ചോദിക്കുന്നു. വേണ്ടെങ്കിൽ കുടിക്കണ്ട എന്നും ആ സിങ്കിലൊഴിച്ച് കളഞ്ഞ ശേഷം ഗ്ലാസ് കഴുകി വെക്കാൻ വേദ പറയുന്നു. ഇത് കേട്ട വിക്രം, നീ എന്നെ ഒരുപാട് വൃത്തി പഠിപ്പിക്കില്ലേ എന്ന് വേദയോട് പറയുന്നു. മാത്രമല്ല തൻ്റെ കയ്യിലിരിക്കുന്ന പാത്രങ്ങൾ ചൂണ്ടി, ഈ പാത്രങ്ങൾ വല്ലതും ഇന്നലെ കഴുകി വെക്കാൻ തോന്നിയോ എന്ന് വിക്രത്തോട് ചോദിക്കുന്നു. അതിന് ഞാൻ ആ പാത്രങ്ങളൊന്നും എടുത്തിട്ടില്ലല്ലോ എന്ന് വിക്രം മറുപടി പറയുന്നു. എന്നാൽ ഇതെല്ലാം നിങ്ങൾ ഇന്നലെ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത പാത്രങ്ങളാണെന്ന് വേദ പറയുന്നു. നിങ്ങൾ ഇന്നലെ കഴുകാത്തത് മൂലം ഇതെല്ലാം ഉണങ്ങിപ്പിടിച്ചിരിക്കുകയായിരുന്നു. മാത്രമല്ല ഇത് വൃത്തിയാക്കിയെടുക്കാൻ താൻ എത്ര സമയമെടുത്തു എന്ന് അറിയുമോ എന്ന് വേദ ചോദിക്കുന്നു. വെറുതെ കുളി കഴിഞ്ഞ് പാൻസും ഷർട്ടും ഇട്ട് ഇങ്ങനെ നടന്നാൽ പോരാ, ഇത്തരം കാര്യങ്ങളിൽ കൂടി വൃത്തി വേണമെന്ന് വേദ കൂട്ടിച്ചേർക്കുന്നു.
പറഞ്ഞിട്ടെന്ത് കാര്യം, വീട്ടിൽ നിന്നിറങ്ങിയാൽ നേരെ കുപ്പത്തൊട്ടിയിലേക്കല്ലേ ചെല്ലുന്നത്, വേദ കളിയാക്കൽ രൂപത്തിൽ വിക്രത്തോട് പറയുന്നു. വേദയെ തിരിച്ച് ദേഷ്യം പിടിപ്പിക്കാനായി വെറുതെ അല്ലടി, നിന്റെ നാവ് കാരണമാണ് നിന്നെ ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാത്തതെന്ന് വിക്രം പറയുന്നു. ഇത് കേട്ട വേദ, അത് ശരിയാ, അല്ലെങ്കിൽ ഇത്രയും നാളുകൾക്കുള്ളിൽ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വാലാട്ടി വരേണ്ടിയതല്ലേ. ഇത് കേട്ടിട്ട് ദേഷ്യം സഹിക്കവയ്യാതെ വിക്രം എടി എന്ന് നീട്ടി വിളിക്കുന്നു. ഇത്രയും പറഞ്ഞിട്ട് വേദയെ അടിക്കാനായി ആ മുറിയുടെ ഒരു ഭാഗത്തിരുന്ന ചൂലെടുത്തുകൊണ്ട് വരികയാണ് വിക്രം. ഇത് കണ്ട് ഭയന്ന് നിൽക്കുകയാണ് വേദ. ഈ സമയമായപ്പോഴേക്കും വീട്ടിലുള്ള മറ്റെല്ലാവരും അമ്പലത്തിൽ നിന്ന് മടങ്ങിയെത്തിയിട്ടുണ്ടായിരുന്നു. അവർ ഓട്ടോയിൽ വന്ന് ഇറങ്ങുകയാണ്. അവരെല്ലാവരും വീടിൻ്റെ മുൻപിലെത്തി നിൽക്കുമ്പോൾ അകത്ത് പാത്രങ്ങൾ വീഴുന്ന ശബ്ദം കേൾക്കുന്നു. വീടിൻ്റെ അകത്ത് വേദയും വിക്രമുമായുള്ള മൽപ്പിടുത്തം നടക്കുകയാണ്. വേദയെ വിക്രം അടിക്കാനായി ഓങ്ങുകയാണ്. പെട്ടെന്നുള്ള ഈ ശബ്ദം കേട്ട് പുറത്തുള്ള ആൾക്കാരെല്ലാവരും ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. അടി കൊള്ളാതിരിക്കാൻ വിക്രത്തിൻ്റെ അടുത്ത് നിന്ന് വഴുതി മാറിയ വേദ അവിടെ കിടന്നൊരു കസേരയുടെ കാല് തട്ടി താഴെ വീഴുന്നു. അപ്പോൾ വേദ അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നു. ഈ ശബ്ദം കേട്ടുകൊണ്ട് നിൽക്കുന്ന കമല അയ്യോ അത് വേദയുടെ ശബ്ദമല്ലേ എന്ന് ചോദിക്കുന്നു. വേദ ഉച്ചത്തിൽ കരയുന്നത് കേട്ട് സുധാകരൻ മാഷ് പെട്ടെന്ന് ബാഗിൽ നിന്നും താക്കോലെടുത്ത് വീട് തുറക്കാൻ നോക്കുകയാണ്. ഇപ്പോൾ വീടിനകത്ത് തനിയെ എഴുന്നേക്കാൻ വയ്യാതെ പാടുപെട്ട് കിടക്കുകയാണ് വേദ. തന്നെയൊന്ന് എഴുന്നേൽപ്പിക്കാൻ സഹായിക്കാൻ വിക്രത്തോട് അഭ്യർത്ഥിക്കുന്നു. എന്നാൽ വിക്രം കയ്യിൽ പിടിച്ച് സഹായിച്ചിട്ടും കാലിൽ കിട്ടിയ അടിയുടെ ക്ഷതം മൂലം വേദയ്ക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ തന്നെ ഒന്നെടുത്ത് പൊക്കാൻ വേദ വിക്രത്തോട് പറയുന്നു. ഇത് കേട്ട വിക്രം അങ്ങനെ ചെയ്യുന്നു. അകത്ത് എന്താണ് നടക്കുന്നത് എന്ന് അറിയാതെ വെപ്രാളത്തിൽ കതവ് തുറക്കുന്ന സുധാകരൻ മാസ്റ്ററും ബാക്കിയുള്ളവരും കാണുന്നത് വേദയെ കൈകളിലെടുത്ത് നിൽക്കുന്ന വിക്രത്തെയാണ്. ഇങ്ങനൊരവസ്ഥയിൽ എല്ലാവരുടെ മുമ്പിലും നിൽക്കേണ്ടി വന്നതോർത്ത് വിക്രം ചമ്മലോടെ നിൽക്കുന്നു. പെട്ടെന്ന് എല്ലാവരെയും കണ്ടതുകൊണ്ട് തന്നെ എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് വിക്രം. ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന അവരുടെ എല്ലാവരുടെയും മുഖത്ത് ഒരു ചെറു ചിരിയുണ്ട്. എല്ലാവരെയും കണ്ടതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേദയെ താഴെ വെക്കാനായി കുനിയുകയാണ് വിക്രം. എന്നാൽ വേദ തന്നെ താഴെ വെക്കല്ലേ എന്നും തൻ്റെ കാലിൽ അതിയായ വേദനയുണ്ടെന്നും പറയുന്നു. അകത്തേക്ക് കയറി വന്ന അമ്മയോട് വിക്രം ഓടിയപ്പോൾ കാല് വഴുതി വീണതാണെന്നും അതുകൊണ്ടാണ് താൻ എടുത്തിരിക്കുന്നതെന്നും പറയുന്നു. അപ്പോൾ അമ്മ എന്നാൽ വേഗം കൊണ്ടുപോയി കട്ടിലിൽ കിടത്ത്, അല്ലാതെ എല്ലാവരുടെയും മുമ്പിൽ ഇങ്ങനെ ചമ്മലോടെ നിൽക്കണ്ട എന്ന് വിക്രത്തോട് പറയുന്നു. അകത്തേക്ക് വന്ന വിശ്വേട്ടൻ എന്തുവാടാ എന്നൊരു കളിയാക്കൽ രൂപത്തിൽ വിക്രത്തോട് ചോദിക്കുന്നു. ഇതെല്ലാം കണ്ട് വളരെ ദേഷ്യം പിടിച്ചു നിൽക്കുകയാണ് നന്ദിനിയേട്ടത്തി. അപ്പോൾ വിനയേട്ടൻ അങ്ങോട്ട് വന്നിട്ട് ആരും ശല്യപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണല്ലേ പുറകിൽ നിന്ന് പൂട്ടിയിട്ട് നീ ഇതിനകത്തിരുന്നത്, കൊച്ചു കള്ള എന്നും പറഞ്ഞ് വിക്രത്തിനെ കളിയാക്കി അവിടെ നിന്ന് മടങ്ങുന്നു. അപ്പോൾ വേദ ശ്രീജേട്ടത്തിയോട് എടുത്തി ശരിക്കും എനിക്ക് കാല് നിലത്ത് കുത്താൻ വയ്യ എന്ന് പറയുന്നു. അങ്ങോട്ടേക്ക് വന്ന നന്ദിനിയേട്ടത്തി നിന്റെ കാലൊളുക്കും നാടകവും എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് പറയുന്നു. ഞങ്ങളെല്ലാം കാണുമ്പോൾ കീരിയും പാമ്പും, ഞങ്ങളില്ലാത്തപ്പോൾ ഭയങ്കര റൊമാൻസും, ഇതാണല്ലേ ഇവിടെ നടക്കുന്നത് എന്ന് നന്ദിനിയേട്ടത്തി വേദയോട് ചോദിക്കുന്നു. അപ്പോൾ വേദ അതേ എന്നും നിങ്ങളിവിടുന്ന് പോയപ്പോൾ മുതൽ റൊമാൻറ്റിക് ആയിരുന്നുവെന്നും പറയുന്നു. പാണ്ടിപ്പട സിനിമയിൽ പ്രകാശ് രാജിന് നവ്യ നായരെ കാണുമ്പോൾ റൊമാൻറ്റിക് വരുന്നു എന്ന് പറയത്തില്ലേ, അതേപോലെ വിക്രത്തിന് ഇപ്പോൾ എന്നെ കാണുമ്പോൾ റൊമാൻറ്റിക് വരുക നന്ദിനിയേട്ടത്തി എന്ന് വേദ ദേഷ്യം പിടിപ്പിക്കാനായി നന്ദിനിയേട്ടത്തിയോട് പറയുന്നു. ഇത് കേട്ടിട്ട് പുച്ഛഭാവത്തോടെ നന്ദിനിയേട്ടത്തി അവിടെ നിന്നും കടന്നു പോകുന്നു. നന്ദിനിയേട്ടത്തിയോട് ഇങ്ങനെ സംസാരിച്ചതിൽ ദേഷ്യം വന്ന വിക്രം വേദയെ താഴെ ഇടാൻ പോകുമ്പോൾ അയ്യോ എന്നെ ഇവിടെ ഇടല്ലേ, ആ കട്ടിലിലൊന്ന് കൊണ്ടുപോയി വെക്കാൻ വേദ അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ വിക്രം തൻ്റെ മുറിയിലെത്തി വേദയെ കട്ടിലിലേക്ക് എറിയുകയാണ്. എറിഞ്ഞത് മൂലമുണ്ടായ വേദനയിൽ കരയുകയാണ് വേദ. ഇത് കേട്ടിട്ട് ദേഷ്യം വന്ന വിക്രം ഒന്ന് മിണ്ടാതിരിക്കടിയെന്ന് വേദയോട് പറയുന്നു. എൻ്റെ കാല് നശിപ്പിച്ചെന്നും അമ്മേ ഓടി വരണേ എന്നും പറഞ്ഞ് വേദ കരയുന്നു. ഇത് കേട്ട് അങ്ങോട്ടേക്ക് വരികയാണ് അമ്മ. ഇതോടുകൂടി 157ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.